ആ വണ്ടി ഒരു പുരാതന വസ്തുവാണ്. അത് ആർക്കും കൊടുക്കാതെ ഞങ്ങൾ റിസർവ് ചെയ്ത് റീസ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു സാധനമാണ്. കാരണം എനിക്ക് ഓർമ്മ വെക്കുന്നതിന് മുമ്പേ ഡാഡിക്ക് ഒരു ചേത്തൊക്കെ ഉണ്ടായിരുന്നു, വെസ്പ. അതിനുശേഷം എനിക്ക് ഓർമ്മ വെച്ച് തുടങ്ങിയപ്പം ഈ വണ്ടിയാണ്. അപ്പോൾ ആർക്കും കൊടുക്കാൻ ഒരു മനസ്സ് തരത്തില്ലെന്നേ. പിന്നെ ദിവൾ എവിടെ പോയി? ഹലോ മിസ്റ്റർ ജീവ, കമോൺ ബാ. ജീവ ബാ. ഇല്ല എടി ബാ ജീവ ബാ. ടാറ്റ പോവാം. ഹലോ ഗൈസ്, ഈ സ്റ്റൈലായിട്ട് ചാടി കയറി വന്ന എൻ്റെ പേരാണ് സീവ. ഞാനൊരു യാത്രാസ്നേഹി ആയതുകൊണ്ട് തന്നെ ടാറ്റ പോവാന്ന് പറഞ്ഞപ്പോൾ ട്രിപ്പ് മോഡ് ഓണാക്കി ഞാൻ വണ്ടിയെ ചാടി കയറി. ഇതെന്താ മമ്മി വരുന്നില്ലേ? മമ്മിയെ കൂട്ടാതെ ഒന്നും പോകുന്നതല്ലല്ലോ. മമ്മി വരുന്നില്ല, സംതിങ് ഫിഷി, എന്തോ പന്തികേടുണ്ട്. അച്ഛനും മോളും എന്തോ ചില ഗൂഢാലോചനകൾ ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളെ. അല്ലേ പിന്നെ ഇത്ര സ്നേഹത്തോടെ ഈ ഡാഡി എന്നെ ഈ കാറി കേറ്റില്ലല്ലോ. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. അങ്ങനെ മമ്മിക്കും ടാറ്റ പറഞ്ഞ് ഞങ്ങൾ ടാറ്റ പോവാൻ ഇറങ്ങി. ബൈ മമ്മി. ഈ ഒരാളുടെ മടിയിലിരിക്കുന്ന വലിയ സുഖമുള്ള കാര്യമൊന്നുമല്ല. നമുക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ലെന്നേ. ഈ പണിക്കാരൊക്കെ എന്തിനാ ഈ നട്ടുച്ചയ്ക്ക് പുറത്തു വന്നിരിക്കുന്നത്? ഇവർക്കൊക്കെ വീട്ടിനകത്തിരുന്നൂടെ? ഒന്ന് കുറച്ച് പേടിപ്പിച്ചാലോ? വേണ്ട, വണ്ടിക്കകത്ത് ഡാഡി ഇരിപ്പുണ്ട്, വഴക്ക് പറയും. ഞാൻ ഗേറ്റിനകത്ത് കിടക്കുമ്പോൾ കുറേ അവന്മാർ വന്ന് കുരയ്ക്കുമല്ലോ. ഇപ്പോൾ ഒരുത്തനെയും കാണുന്നില്ലല്ലോ. ഞാൻ ഒന്ന് പുറത്തിറങ്ങിയപ്പം പേടിച്ചിട്ട് അകത്ത് വരുന്നതായിരിക്കും. ഈ സീസണിൽ ബാംഗ്ലൂരിന്റെ ഒരു പ്രത്യേകതയാണ് ഈ പിങ്ക് കളർ പൂക്കൾ. ഇതിന്റെ വേറെ ഏതോ വേരിയന്റ് അങ്ങ് ജപ്പാനിലുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതായാലും ഡാഡി ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് നാളെ ഗുഡ് മോർണിംഗ് അയക്കാൻ വേണ്ടി. നല്ല വെയില്, സൺസ്ക്രീൻ ഇട്ടൊന്ന് വന്നാൽ മതിയായിരുന്നു. അല്ല, കുളിക്കാത്ത നനയ്ക്കാത്ത എനിക്ക് എന്തിനാ സൺസ്ക്രീൻ? നല്ല പ്ലാസ്റ്റിക് സർജറിയും ചെയ്തിട്ട് ചെവിയുടെ സൈസ് ഒന്ന് കുറയ്ക്കായിരുന്നു. ഈ കാറ്റത്ത് ഇങ്ങനെ ഇട്ടടിക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണെന്നേ. പട്ടിയുടെയും പൂച്ചയുടെയും പടമുള്ള എന്തോ കടയിലോട്ടാ പോകുന്നത്. വല്ല സാധനങ്ങൾ മേടിച്ചു തരാനായിരിക്കും, പോയി നോക്കാം. കണ്ടിട്ട് വലിയ ഷോപ്പിംഗ് മാൾ ആണെന്ന് തോന്നുന്നുണ്ട്. എന്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചു സുഹൃത്തുക്കളെ. ഇവർക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ പോലെ ഇവർ തന്നെ കുളിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇന്ദിരാനഗറിലുള്ള ഹെഡ്സപ്പ് ഫോർ ടെയിൽസിൽ കൊണ്ടുപോയി. ഇപ്പൊ ഇതാ വൈറ്റ് ഫീൽഡിലൂടെ ബ്രാഞ്ച് തുടങ്ങിയപ്പോ സുഖമായല്ലോ. വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് വന്നാ പോരെ. തന്നെ അവർ കുളിപ്പിക്കുമ്പം ഞാൻ പരാക്രമം കാണിക്കുന്നതൊക്കെ പുറത്തുള്ളവർ കാണുമല്ലോ. എന്റെ ഈശ്വര, പുറത്ത് വലിയ റൗഡിയായിട്ട് നടക്കുന്ന ഞാനാ. പക്ഷെ ഇവിടെ കണ്ടോ, ആ ചേച്ചി എന്നെ കെട്ടിപ്പിടിച്ചോണ്ട് പറയാ, സാരല്ലോ ഉണ്ണിയല്ല ശരിയാവുന്നു. ഇങ്ങോട്ട് കൊണ്ടുവന്നത് വല്ല കളിപ്പാട്ടം മേടിച്ചു തരാനായിരിക്കും ഞാൻ വിചാരിച്ചേ. പക്ഷെ എവിടെ, അകത്ത് നടക്കുന്നതൊക്കെ പുറത്ത് ഇവർ കാണിക്കുന്നുണ്ട്. അകത്ത് കടന്ന് ഞാൻ കരയുന്നതൊക്കെ പുറത്തുള്ള ആൾക്കാരൊക്കെ കണ്ട് എന്റെ മാനമൊക്കെ പമ്പ കടന്നു. ഇവരെന്നെ കുളിപ്പിക്കുക മാത്രമല്ല ചെയ്ത്, എന്റെ ചെവിയും മൂക്കും കണ്ണും കാലും ഒക്കെ ക്ലീൻ ചെയ്തു. അതിനാണെങ്കിൽ 1000 രൂപ മേടിച്ചു. ഇതിനേക്കാളും ഭേദം ഞാൻ അവിടെ ചെളി കിടന്ന് ഉരുളുന്നതല്ലായിരുന്നോ. ഒരാളിവിടെ ലേബർ റൂമിന് പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നു. അകത്ത് നിന്ന് ആ ചേച്ചി എന്റെ ആക്ടിങ്ങിൽ വീണത് കൊണ്ട് പുറത്ത് നിൽക്കുന്ന എന്റെ ചേച്ചി അകത്തോട്ട് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഇവള് ഞങ്ങൾ ഡ്രൈ ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് അകത്ത് വന്ന് ഇവളൊന്ന് പിടിക്കാവൂന്ന്. പുള്ളിക്കാരി എന്റെ ചേച്ചിയോട് പറഞ്ഞു, എനിക്കിങ്ങനെ പേടിയാണ്, ഞാനിങ്ങനെ കരയുവാണെന്നൊക്കെ. പക്ഷെ ഇതൊക്കെ എന്റെ വെറും നമ്പറായിരുന്നു ഗൈസ്. ആക്ടിങ് കണ്ടവരെന്റെ നഖം വെട്ടാതെ വിട്ടു. എപ്പടി ഐഡിയ. ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ ഡാഡി വിളിച്ചോണ്ട് ഞാൻ പെട്ടെന്ന് അവിടുന്ന് സ്ഥലം വിട്ടു. മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി വലിയ ബംഗ്ലാവ് പോലെ ഇവര് കട പടഞ്ഞിട്ടേക്കുക. ഒന്ന് മനസ്സമാധാനമായിട്ട് അപ്പിടാൻ പറ്റുമോ? അതും ഇല്ല. എന്നെ അവിടെ അകത്ത് കൊണ്ടുപോയിട്ട് കഷ്ടപ്പെടുത്തിയതിന് ഇതാ ഫ്രീ ആയിട്ട് എന്തോ സ്നാക്സും കൊടുത്തു വിട്ടിട്ടുണ്ട്. ആ മുഖത്തെ ചിരി കണ്ടാ തോന്നുന്നു ഈ ചേച്ചിക്ക് ആ ബിസ്ക്കറ്റ് കൊടുത്തെന്ന്. ഇനി കുറച്ച് വെയിലത്ത് കിടന്ന് മണ്ണിലൊക്കെ ഉരുണ്ടാലേ എനിക്കൊന്ന് ആശ്വാസമാവൂ. എന്നെ പെട്ടെന്നൊന്ന് വീട്ടിൽ കൊണ്ടുപോകും. എനിക്ക് മണ്ണിൽ കിടന്ന് ഉരുളാൻ കൊതിയാവുന്നു. വന്നപ്പോൾ ഉള്ള ഉന്മേഷമൊക്കെ പോയി. എന്റെ പട്ടി സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്, നിങ്ങളുടെ വീട്ടിലുള്ളവർ കയ്യും കലാശവും കാണിച്ച് നിങ്ങളെ സ്നേഹത്തോടെ വണ്ടി കയറ്റിയാൽ നിങ്ങൾ കയറരുത്. അതൊരു ട്രാപ്പാണ് ഗൈസ്, നമ്മളെ കുളിപ്പിക്കാനുള്ള ട്രാപ്പ്. ചേച്ചിയുടെ വിചാരം ഞാൻ ഈ ബിസ്ക്കറ്റും കഴിച്ച് ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കുമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഈ ബിസ്ക്കറ്റ് തിന്ന് തീർന്നതും ഞാൻ പുറത്ത് മണ്ണിൽ പോയി ചാടും. അതോടെ നിങ്ങൾ ആ സാലോണിൽ കൊടുത്ത 1000 രൂപ ഖുദാഖത. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്നത്തേക്ക് ഇത്രമാത്രം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ചേച്ചി ഇവിടെ രവീന്ദ്രൻ മാസ്റ്ററിന്റെ പാട്ടുകൾ കേട്ടിരിക്കുമ്പോൾ ഞാൻ പോയി മണ്ണിച്ചരട്ടെ. ബൈ.